ഹായ് ഗായ്സ്. നമ്മൾ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഡൽഹി വരെ പോവുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ വന്നിട്ട് മണാലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ പാക്കേജ് ചൂസ് ചെയ്തത് ഡൽഹി ടു മണാലിയാണ്. നമ്മൾ നൈറ്റ് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ട് ഒരു മോർണിംഗ് ഒക്കെ ആയപ്പം ഡൽഹി എത്തി. പിന്നെ ആ സെയിം ഡേ തന്നെ നൈറ്റാണ് നമുക്ക് ഡൽഹി ടു മണാലിക്കുള്ള പാക്കേജിൻ്റെ അവർ വണ്ടിയൊക്കെ സെറ്റാക്കി തന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ടൊരു മോർണിംഗ് ആയപ്പോൾ തന്നെ മണാലി എത്തിയിട്ടുണ്ടായി. എന്നിട്ട് നമ്മൾ ചെക്കിനൊക്കെ ചെയ്ത് ഫ്രഷപ്പൊക്കെ ആയിട്ട് നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് സ്പോട്ട് വന്നിട്ട് സിസു ആണ്. സിസു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയായിരിക്കും. മീൻസ് അധികം ആളും മണാലി വന്നാൽ വിസിറ്റ് ചെയ്യുന്നൊരു സ്പോട്ടാണ് സിസു. ഫുൾ അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് പോകുമ്പം ഉള്ളൊരു റൂട്ട് എന്ന് പറയുന്നതും ഭയങ്കര രസമാണ്. അതിനും കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ ഈ പോകുന്ന റൂട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു മീൻസ് നമ്മൾ സ്റ്റേ ചെയ്ത് അവിടെ ഉള്ളൊരു മണാലിയിലുള്ളൊരു ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര തണുപ്പൊന്നും ഉണ്ടായില്ല. ഒരു മോർണിംഗ് ഒക്കെ ആയപ്പം നോർമലി ആ ഒരു വെയിലൊക്കെ ചെറുങ്ങനെ ഉണ്ടായി. അപ്പോൾ ഭയങ്കര തണുപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ നമ്മളിങ്ങനെ പോകെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോവുകയാണ് നമുക്ക് ആ ഒരു മഞ്ഞുമലകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായത്. ഇത് ഇവിടെയൊക്കെ നോർമൽ ഒരു സിറ്റിന്ന് വെച്ചാൽ ഇവിടുത്തെ സിറ്റിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഒരു ബിൽഡിങ്സും എല്ലാം ഉള്ളൊരു സിറ്റി പോലത്തെ ഒരു പ്ലേസായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ക്യാബിലാണ് അങ്ങോട്ടേക്ക് പോയത്. ഇവിടുന്ന് അത്യാവശ്യം ഡിസ്റ്റൻസും ഉണ്ടായി. പക്ഷേ പറഞ്ഞ പോലെ നമുക്ക് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും വലിയ ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല മീൻസ് നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ കുറേ നമ്മൾ നിർത്തി കുറേ അങ്ങനത്തെ നല്ല നല്ല സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നിർത്തി ഫോട്ടോ എടുത്ത് അങ്ങനെ മെല്ലെ മെല്ലെ പോയതുകൊണ്ട് നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റൻസ് ഉള്ള പോലെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത്യാവശ്യം ദൂരം ഉണ്ടെങ്കിൽ പോലും നമുക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കുറച്ചങ്ങോട്ട് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് അങ്ങ് പോയാൽ പിന്നുള്ളൊരു പ്ലേസ് എന്ന് പറയുന്നത് ഫുൾ ഇതുപോലെ മഞ്ഞുമലകളും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ളൊരു പ്ലേസിലെത്തും. അപ്പോൾ അവിടെ എത്തുമ്പം നമ്മൾ ആ ഒരു ക്ലൈമറ്റും ആ ഒരു ഇതൊക്കെ ചേഞ്ച് ആവും കേട്ടോ. എന്നുവെച്ചാൽ നല്ല തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതിൻ്റെ ഇപ്പുറമൊക്കെ ഇങ്ങനെ മഞ്ഞ് കട്ടകളൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. നമ്മളിങ്ങനെ മുമ്പ് കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് ഇങ്ങോട്ട് റോഡിൻ്റെ അരുവിലേക്ക് ഇങ്ങനെ വന്നതാണ് കേട്ടോ. ഈ മഞ്ഞൊക്കെ ശരിക്കും ഇത് ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്ത് മീൻസ് ഈ ഒരു മാർജിൻ പോലെയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് റോഡുമിലേക്ക് ഇറങ്ങിയിട്ടായിരുന്നുള്ളത് ഈ മഞ്ഞൊക്കെ. പിന്നെ ഈ ഒരു സൈഡിലെ മഞ്ഞൊക്കെ അത്യാവശ്യം ഈ വണ്ടീൻ്റെ ഒക്കെ പുകയൊക്കെ കൊണ്ടായിരിക്കും ഒരു ഡാർക്ക് കളറൊക്കെ വന്നിട്ടുണ്ട് ഈ മഞ്ഞിനൊക്കെ. പിന്നെ ഇവിടെയൊക്കെ ഓരോരോ പ്ലേസസിൽ ഓരോരോ ആൾക്കാരൊക്കെ നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വെച്ചാൽ അത്രയും ഭംഗിയുള്ള പ്ലേസാണ്. ഞങ്ങളും പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് നമ്മളവിടെ ഒരു പ്ലേസിൽ കുറച്ച് നേരം നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. പിന്നെ നമ്മുടെ മെയിൻ സ്പോട്ട് വന്നിട്ട് സിസു അല്ലേ. അപ്പോൾ അവിടെ പോകേണ്ടതിനെ കൊണ്ട് പിന്നെ നമ്മളധികം അവിടെ സ്പെൻഡ് ചെയ്യാതെ നമ്മൾ വേഗം പോവുകയാണ് ചെയ്തത്. അങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പം നമ്മൾ ലോങ്ങസ്റ്റ് ടണലായിട്ടുള്ള അറ്റൽ ടണലിൽ എത്തിയിട്ടാണുള്ളത്. അറ്റൽ ടണൽ അത്യാവശ്യം ഭയങ്കര ലോങ് ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകേണ്ട ഒരു പ്ലേസാണ്. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ ടണലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ പോയിട്ടുണ്ടായി. ഫുള്ളൊരു വലിയൊരു ടണൽ തന്നെ കേട്ടോ. അത്യാവശ്യം നല്ല നീളവും ഇതൊക്കെ ഉള്ള വലിയൊരു ടണലാണ്. അപ്പോൾ ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ടണൽ കഴിഞ്ഞ് പുറത്തെത്തുന്നൊരു വ്യൂ ഉണ്ട്. ശരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നൊരു പ്ലേസ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതാണ് ശരിക്കൊരു ഭയങ്കര ഭംഗിയായിരുന്നു ആ ഒരു ഇത് കാണാൻ. അന്നപ്പോൾ ഫുൾ എവിടെയാണ് ഫുൾ മഞ്ഞും മലകളും ഒക്കെ നമുക്കിങ്ങനെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നൊരു പ്ലേസ് വന്നിട്ട് ഈ ഒരു ടണൽ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പം ആ ഒരു വ്യൂ ആണ്. അത് ഭയങ്കര രസമുള്ളൊരു വ്യൂ ആയിരുന്നു. ഫുള്ള് മഞ്ഞും ഇതൊക്കെ ആയിട്ട്. പിന്നെ അവിടുന്ന് നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് ആണ് നമ്മളെ മെയിൻ സ്പോട്ടായിട്ടുള്ള സിസുവിലെത്തിയേക്കുന്നത്. സിസുവിൽ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു അവിടെ. പക്ഷേ നമുക്ക് ആദ്യം ഫസ്റ്റ് ടൈം നമുക്ക് ഇറങ്ങാനൊരു മടിയൊക്കെ കാണും. എന്നുവെച്ചാൽ ഭയങ്കര തണുപ്പായിരുന്നു. എന്നുവെച്ചാൽ ഫുൾ മഞ്ഞ് തന്നെയാണ്. അപ്പോൾ അതിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ
ഓരോന്ന് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഭയങ്കര മടിയായിരുന്നു ഇറങ്ങാൻ, ഭയങ്കര തണുപ്പായതുകൊണ്ട് കേട്ടോ, ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം നമുക്കിങ്ങനെ ഇറങ്ങാൻ ഇങ്ങനെ തോന്നില്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര വിറയ്ക്കുന്നുണ്ടായി. പക്ഷേ നമ്മൾ ഇറങ്ങി കഴിഞ്ഞേരം നമുക്ക് കയറാനേ തോന്നില്ല, തിരിച്ച് കയറാനേ തോന്നില്ല. അപ്പോൾ ഇവിടുന്ന് കുറച്ച് റീലും ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ പോരുക കേട്ടോ ചെയ്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ.